നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയം, അതായത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കീഴിലുള്ള റബ്ബർ ബോർഡിലെ വിവിധ തസ്തികകളിലായിട്ട് 51 ഒഴിവുകളിലേക്ക്, സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർ 2020 നവംബർ 1 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറന്നു വരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ നേരം പ്രത്യേകം ഓർത്തിരിക്കുക. https:/recruitments.rubberboard.org.in ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സയന്റിസ്റ്റ് എ ആണ്. 5 ഒഴിവുകളാണുള്ളത്. പഴയ സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. 9300 മുതൽ 34800 എന്ന സ്കെയിലാണ്. അത് പുതിയ സ്കെയിലിൽ ലെവൽ 7 ആണ്. സർക്കാർ 7ാം ശമ്പള കമ്മീഷന്റെ 7ാം ലെവൽ 7 അപ്പോയിന്റ്മെന്റ് ആണ്. ഒന്നാമത്തെ പോസ്റ്റ് സയന്റിസ്റ്റ് എ, റിമോട്ട് സെൻസിംഗ് ആണ്. ഒരു വേക്കൻസി ഉള്ളത്. ബിടെക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി റിമോട്ട് സെൻസിംഗിലോ, ജിയോളജിയിലോ, ഫിസിക്സിലോ, എൻവയോൺമെന്റ് സയൻസിലോ, ജോഗ്രഫിയിലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഫോറസ്റ്റ്, ഹോർട്ടിക്കൾച്ചർ, ജിയോ ഇൻഫോർമാറ്റിക്സ് അങ്ങനെയുള്ളതൊക്കെ അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ UGC നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കുന്നവർക്ക് അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസും ഡിസേബിൾ ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഗേറ്റ് സ്കോർ ഉള്ള ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ പോസ്റ്റ് സയന്റിസ്റ്റ് എ, ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. ഒരു വേക്കൻസി ഉള്ളത്. ബി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബയോ ഇൻഫോർമാറ്റിക്സിലോ, ലൈഫ് സയൻസിലോ, അഗ്രികൾച്ചറിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അഗ്രികൾച്ചർ ആണെങ്കിൽ ബയോടെക്നോളജീസ് അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. CSIR, UGC ടെസ്റ്റ്, ഗേറ്റ് ഒക്കെ പാസ്സായിരിക്കും. അല്ലെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ബയോ ഇൻഫോർമാറ്റിക്സിലുള്ള ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ പോസ്റ്റ് സയന്റിസ്റ്റ് എ, അഗ്രോണമിയാണ്. 2 വേക്കൻസിയാണ് ഇതിലുള്ളത്, ആ കാറ്റഗറിയിലുള്ളത്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ ആണ്. സ്പെഷ്യലൈസേഷൻ അഗ്രോണമി വേണം. PhD ഉള്ളവർക്ക് മുൻഗണന, അവർക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ 2 വർഷം PhD, 2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ UGC ടെസ്റ്റ് പാസ്സായ, ഗേറ്റ് പാസ്സായവർക്ക് ഒരു അഡീഷണൽ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ, അഭികാമ്യ യോഗ്യതയാണ് മനസ്സിലാക്കുക. അഞ്ചാമത്തെ പോസ്റ്റ് എന്നുള്ള ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗിലുള്ള ഒരു വേക്കൻസിയാണ്. അതിനും വേണ്ട യോഗ്യത ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബോട്ടണിയിലോ അഗ്രികൾച്ചറിലോ ഉള്ളതായിരിക്കണം. സ്പെഷ്യലൈസേഷൻ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ഫിസിയോളജി ആയിരിക്കണം. ഡോക്ടറേറ്റ് ഡിഗ്രി PhD അല്ലെങ്കിൽ 2 വർഷത്തെ ഗവേഷണ പരിചയം, UGC നാഷണൽ ടെസ്റ്റ് ഒക്കെ പാസ്സായിരിക്കുക, ഗേറ്റ് പാസ്സായിരിക്കുക ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അത്രയാണ് സയന്റിസ്റ്റ് എ വേക്കൻസി. ഇനി സയന്റിസ്റ്റ് ബിയുടെ 19 വേക്കൻസികളാണുള്ളത്. 10 അൺറിസർവ്ഡ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ ലെവൽ 10, പുതിയ സ്കെയിലാണെങ്കിൽ ലെവൽ 10 അപ്പോയിന്റ്മെന്റ് ആണ്. നേരെ മനസ്സിലാക്കുക. പഴയ സ്കെയില് 15,600 മുതൽ 39,100 എന്ന സ്കെയിലാണ്. പോസ്റ്റ് നമ്മൾ വിവിധ പോസ്റ്റുകൾ നോക്കാം. ആദ്യം സയന്റിസ്റ്റ് ബി, സോയിൽസ് 2 വേക്കൻസി ഉണ്ട്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ, സ്പെഷ്യലൈസേഷൻ സോയിൽ സയൻസോ അഗ്രികൾച്ചർ കെമിസ്ട്രി ആയിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം സോയിൽ സയൻസ് ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ PhD അല്ലെങ്കിൽ 2 വർഷത്തെ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉള്ളത് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത സയന്റിസ്റ്റ് ബി, അഗ്രോണമിയാണ്. 3 വേക്കൻസികളാണുള്ളത്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ ഉണ്ടായിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അഗ്രോണമി സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം അഗ്രോണമിയിൽ ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ PhD, അതുപോലെ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ളവർക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നേരം മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റ് സയൻസ് ബി, ക്രോപ്പ് ഫിസിയോളജിയാണ്. 3 വേക്കൻസി ഉള്ളത്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ, ബോട്ടണി, ബയോകെമിസ്ട്രി, സ്പെഷ്യലൈസേഷൻ പ്ലാന്റ് ഫിസിയോളജിയോ പ്ലാന്റ് ബയോകെമിസ്ട്രി ആയിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. PhD ഉണ്ടെങ്കിൽ ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്തത് ക്രോപ്പ് ഫിസിയോളജി, ലാറ്റക്സ് ഹാർവസ്റ്റ് ടെക്നോളജി, ഒരു വേക്കൻസി ഉള്ളത്. അതിന് വേണ്ടത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചറൽ, ബോട്ടണി, ബയോകെമിസ്ട്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്ലാന്റ് ഫിസിയോളജി, പ്ലാന്റ് ബയോകെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. PhD ഉണ്ടെങ്കിൽ ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിരിക്കും മനസ്സിലാക്കുക. അടുത്ത സയന്റിസ്റ്റ് ബി, അഗ്രികൾച്ചർ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്. 2 വേക്കൻസികളാണുള്ളത്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ എക്കണോമിക്സിലോ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കും. അതാണ് ഡിസേബിൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ്. PhD ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ കൂടിയാണ്. അടുത്ത സയന്റിസ്റ്റ് ബി, അഗ്രോ മെറ്റീരിയോളജി എന്നുള്ളതാണ്. 2 വേക്കൻസി ഉണ്ട്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചറൽ മെറ്റീരിയോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ ഗവേഷണ പരിചയം നിർബന്ധമാണ്.
നിർബന്ധമായി ഉണ്ടായിരിക്കണം. അഭികാമ്യ യോഗ്യതയായിട്ട് PhD ഉള്ളവർക്ക് മുൻഗണന ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കും. അടുത്ത സയന്റിസ്റ്റ് ബി ബോട്ടണി അല്ലെങ്കിൽ ക്രോപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ 2 വേക്കൻസി ഉണ്ട്. അതിനുവേണ്ടി യോഗ്യത ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബോട്ടണിയിലോ അഗ്രികൾച്ചറോ ഉണ്ടായിരിക്കണം. സ്പെഷ്യലൈസേഷൻ ജെനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ്, ബയോടെക്നോളജി, മോളിക്കുലർ ബയോളജി, ഫിസിയോളജി എന്നിവ ആയിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. ഇതാണ് മിനിമം യോഗ്യത. PhD ഉണ്ടെങ്കിൽ അതൊരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത സയന്റിസ്റ്റ് ബി ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് ഒരു വേക്കൻസിയാണ്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബോട്ടണിയിലോ അഗ്രികൾച്ചറിലോ ഉണ്ടായിരിക്കണം. ജെനറ്റിക്സിലോ പ്ലാന്റ് ബ്രീഡിംഗിലോ ബയോടെക്നോളജിയിലോ മോളിക്കുലർ ബയോളജിയിലോ ഫിസിയോളജിയിലുള്ള സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. 3 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. അതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ്. PhD ഉണ്ടെങ്കിൽ അതൊരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത റബ്ബർ ടെക്നോളജിയിലാണ് 2 വേക്കൻസി ഉള്ളത്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അത് കെമിസ്ട്രിയിലോ പോളിമർ അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ ഗവേഷണ പരിചയം റബ്ബറിലോ പോളിമർ ടെക്നോളജിയിലോ ഉണ്ടായിരിക്കണം. മിനിമം ഉണ്ടായിരിക്കണം. പബ്ലിഷ്ഡ് പേപ്പർ ഉണ്ടായിരിക്കണം. PhD ഉണ്ടെങ്കിൽ അതൊരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. സയന്റിഫിക് റബ്ബർ ടെക്നോളജിയിലുള്ള പുതിയ മോഡേൺ ടെക്നിക്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് അതൊരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്തത് ബയോടെക്നോളജി മോളിക്കുലർ ബയോളജിയിലുള്ള സയന്റിസ്റ്റ് ബി ആണ് ഒരു വേക്കൻസി ഉള്ളത്. അത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബയോടെക്നോളജിയിലോ മോളിക്കുലർ ബയോളജിയിലോ ബയോ കെമിസ്ട്രിയിലോ ബോട്ടണിയിലോ അഗ്രികൾച്ചറിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സ്പെഷ്യലൈസേഷൻ ചോദിച്ചിരുന്ന പ്ലാന്റ് ബയോടെക്നോളജി, മോളിക്കുലർ ബയോളജി എന്നിവയാണ്. 3 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായത്. ഇതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആണത്. PhD ഉണ്ടെങ്കിൽ അതൊരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ കൂടിയാണ്. ഇനിയുള്ള സയന്റിസ്റ്റ് സി പോസ്റ്റ് ആണ്. 5 വേക്കൻസികളാണുള്ളത്. 17,600 മുതൽ 39,100 എന്ന സ്കെയിലാണ്. ഇപ്പോഴത്തെ ശമ്പള സ്കെയിൽ അനുസരിച്ച് ലെവൽ 11 മെട്രിക്സിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഇത് പഴയ സ്കെയിലാണ്. 50 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത ഒന്നാമത്തെ സയന്റിസ്റ്റ് അഗ്രോണമി ഒരു വേക്കൻസിയാണ്. ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ ഉണ്ടായിരിക്കണം. സ്പെഷ്യലൈസേഷൻ അഗ്രോണമി അല്ലെങ്കിൽ സോയിൽ സയൻസിലോ അഗ്രികൾച്ചർ കെമിസ്ട്രിയിലോ സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. 5 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. PhD ഉണ്ടെങ്കിൽ ഒരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. പുതിയ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഗ്രോണമി, സോഷ്യൽ സയൻസ്, അഗ്രികൾച്ചർ കെമിസ്ട്രി ഒക്കെ ഒരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത പോസ്റ്റ് ക്രോപ്പ് മാനേജ്മെന്റ് ഒരു വേക്കൻസി ആണുള്ളത്. ബാച്ചലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് വേണ്ട യോഗ്യത. അഗ്രികൾച്ചർ ആണ്. സ്പെഷ്യലൈസേഷൻ അഗ്രോണമി അല്ലെങ്കിൽ സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ കെമിസ്ട്രി ആണ് വേണ്ടത്. 10 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. അതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഡിസറബിൾ ക്വാളിഫിക്കേഷൻ PhD ബിരുദവും അതുപോലെ റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ അറിഞ്ഞിരിക്കുക. മോഡേൺ മെത്തേഡ്സിന്റെ മാനേജ്മെന്റ് ഒക്കെ ക്രോപ്പ് മാനേജ്മെന്റ് ഒക്കെ അറിഞ്ഞിരിക്കുന്നവരുണ്ട്. ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത ക്രോപ്പ് ഫിസിയോളജി ഒരു വേക്കൻസി ഉണ്ട്. ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചർ, ബോട്ടണി, ബയോ കെമിസ്ട്രി ആണ് വേണ്ടത്. സ്പെഷ്യലൈസേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലാൻ ഫിസിയോളജി അല്ലെങ്കിൽ പ്ലാൻ ബയോടെക്നോളജിയിലുള്ള സ്പെഷ്യലൈസേഷൻ ആണ്. 5 വർഷം ഗവേഷണ ഉണ്ടായിരിക്കണം. PhD ഒരു ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ പറഞ്ഞ പോസ്റ്റുകൾക്കെല്ലാം. അടുത്ത സയന്റിസ്റ്റ് ജെനോം 1 വേക്കൻസിയാണ്, ഒരു വേക്കൻസിയാണ്. ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ബയോടെക്നോളജിയിലോ മോളിക്കുലർ ബയോളജിയിലോ ബയോ കെമിസ്ട്രിയിലോ ബോട്ടണിയിലോ അഗ്രികൾച്ചറോ ഉണ്ടായിരിക്കണം. പ്ലാന്റ് ബയോടെക്നോളജി, മോളിക്കുലർ ബയോളജി എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. 5 വർഷത്തെ ഗവേഷണ പരിചയം ഉണ്ടായിരിക്കണം. PhD ഉണ്ടെങ്കിൽ ഒരു ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത റബ്ബർ പ്രോസസിംഗ് ടെക്നോളജിയിലുള്ള ഒരു വേക്കൻസി ആണുള്ളത്. അതിന് വേണ്ടത് ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി റബ്ബർ ടെക്നോളജിയിലോ പോളിമർ ടെക്നോളജിയിലോ കെമിസ്ട്രിയിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 5 വർഷത്തെ ഗവേഷണ പരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം. PhD ഉള്ളവർക്ക് ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. മോഡേൺ മെത്തേഡ്സ് ഓഫ് റബ്ബർ കെമിസ്ട്രി, റബ്ബർ പ്രോസസിംഗ് അറിയാതിരിക്കുക അതൊരു ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റംസ് ആണ്, ഒരു വേക്കൻസി ആണുള്ളത്. അതിന് 40 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ BA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ MCA ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി ആണുള്ളത്. 10th പേ 15,600 മുതൽ 39,100 എന്ന പഴയ സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. 40 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. വേണ്ട യോഗ്യത BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 6 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ എന്നുള്ള 2 വേക്കൻസി ആണുള്ളത്. അത് വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിലോ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിക്സിലോ എക്കണോമെട്രിക്സിലോ മാത്തമാറ്റിക്സിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കളക്ഷൻ, കമ്പൈലേഷൻ, ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിക്കൽ ഡാറ്റ അതിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഡിസബിൾ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് ഒരു ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ഫീൽഡ് സർവേ ഒക്കെ ഉള്ള എക്സ്പീരിയൻസും ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത ഇലക്ട്രീഷ്യന്റെ ആണ്. ഇലക്ട്രീഷ്യന്റെ 3 വേക്കൻസികളാണുള്ളത്. ഇതിലേക്ക് 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കും. IT ഇലക്ട്രീഷ്യൻ രീതിയിലുള്ളതായിരിക്കും. 2 വർഷത്തെ പ്രവൃത്തിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വേക്കൻസികളാണുള്ളത്. അടുത്ത സയന്റിഫിക് അസിസ്റ്റന്റിന്റെ 10 വേക്കൻസികളുണ്ട്. അതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായം 30 വയസ്സാണ്. ബാച്ചലേഴ്സ് ഡിഗ്രി ബോട്ടണിയിലോ കെമിസ്ട്രിയിലോ സുവോളജിയിലുള്ള ബാച്ചലേഴ്സ് ബിരുദം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷമാണ് വേണ്ട. 2 വർഷത്തെ എക്സ്പീരിയൻസ് ലബോറട്ടറി ടെക്നിക്കുള്ളവർക്ക് മുൻഗണന. അവർക്ക് ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ് കാര്യം മനസ്സിലാക്കുക.
അടുത്ത ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ്, ഒരു വേക്കൻസി ആണുള്ളത്. വേണ്ട യോഗ്യത 12ാം ക്ലാസ് പാസ്സായിരിക്കുക. മിനിമം സ്പീഡ് ഹിന്ദിയിൽ 25 വേർഡ്സ് പെർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ ഓഫീസറാണ്, ഹൗസ് കീപ്പിംഗ്, ഒരു വേക്കൻസി ആണുള്ളത്. വേണ്ടത് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും 5 വർഷത്തെ പ്രവൃത്തിപരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ AC ആൻഡ് റെഫ്രിജറേഷൻ ആണ്. അതിനുവേണ്ടി 10ാം ക്ലാസ് പാസ്സായിരിക്കും. IT സർട്ടിഫിക്കറ്റ് റെഫ്രിജറേഷൻ്റെ AC ഉണ്ടായിരിക്കാൻ അപേക്ഷിക്കാൻ കഴിയും. 5 വർഷത്തെ പ്രവൃത്തിപരിചയം ഉണ്ടായിരിക്കണം. അടുത്ത സിസ്റ്റം അസിസ്റ്റന്റിനാണ്, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ബാച്ചിലേഴ്സ് ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA BSc IT അല്ലെങ്കിൽ PGDCA ഡിഗ്രിയും PGDCA ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ 3 വർഷത്തെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് വിജിലൻസ് ഓഫീസറുടെയാണ്, ഒരു വേക്കൻസിയാണുള്ളത്. അത് 11 പേ ലെവൽ മാട്രിക്സ് ആണ്. നല്ല 15,600 39,100 എന്ന സ്കെയിലാണ്, പഴയ സ്കെയിലാണ്. 50 വയസ്സിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. വേണ്ട യോഗ്യത വിജിലൻസ് ഓഫീസർ, അത് ഡെപ്യൂട്ടേഷനോ ഡെപ്യൂട്ടി DYSP റാങ്കിലുള്ള അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കാണ്, 5 വർഷത്തിലും പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പൊ ഇതിലേക്കുള്ള പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അപേക്ഷിക്കാനായിട്ടുള്ള നിയമനം ലഭിക്കാമെന്ന കാര്യം ഇവിടെ മനസ്സിലായെങ്കിലും കോട്ടയത്താണ് റബ്ബർ ഗവേഷണ കേന്ദ്രവും റബ്ബർ ബോർഡും സ്ഥിതി ചെയ്യുന്നതിൽ കുറേയധികം വേക്കൻസികൾ കോട്ടയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി നോർത്ത് ഈസ്റ്റിലും ഇപ്പോൾ വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം ശമ്പളത്തിലോ മറ്റ് ഡിആർഎസ് അലവൻസും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ഏജ് റിലാക്സേഷൻ റബ്ബർ ബോർഡ് എംപ്ലോയീസിനും SC/ST കാൻഡിഡേറ്റ്സും OBCക്കാർക്കും ഒക്കെ ആപ്ലിക്കബിൾ ആയ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ലഭിക്കും എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപേക്ഷാ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് A പോസ്റ്റുകൾക്കൊക്കെ 1,500 രൂപയും, ഗ്രൂപ്പ് B പോസ്റ്റുകൾക്ക് 1000 രൂപയും, ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് 500 രൂപയാണ്. GST ഉൾപ്പെടെയാണ് മനസ്സിലാക്കുക. അതാണ് അപേക്ഷാ ഫീസ്. അത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ഫീസ് അടക്കണം. ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യുന്ന പ്രത്യേകം ഫീസ് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഫീസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നവരുടെ നമുക്ക് ഇനി നോക്കാം. റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ https:/recruitments.rubberboard.org.in എന്ന സൈറ്റ് വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആദ്യം ഒരു ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. വാലിഡ് ആയിട്ട് ഇമെയിൽ ഐഡിയും പാസ്വേഡ് വെച്ച് രജിസ്റ്ററിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കോപ്പി വഴി നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്, ഏജ്, അതുപോലെ കാറ്റഗറി വൈസുള്ള ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് കണ്ടതെല്ലാം വേണ്ട സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൂടി അപ്ലോഡ് ചെയ്യണം. നിലവിൽ ജോലിയുള്ളവരാണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി 2025 ഡിസംബർ 1 രാത്രി 11:59 വരെ സ്വീകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച recruitments.rubberboard.org.in എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇതിലെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.